ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSCയിൽ ഇംഗ്ലീഷിൽ നിർബന്ധമായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇഫ് ക്ലോസ് അല്ലേ, അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കുകയാണെങ്കിൽ 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഇഫ് ക്ലോസ്. സോ ഇഫ് ക്ലോസിൻ്റെ ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു aliSays ബൈ അലീഷ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇഫ് ക്ലോസിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് 4 കണ്ടീഷണലാണുള്ളത്. 0 കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് ആൻഡ് തേർഡ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് കണ്ടീഷണലാണ്. 0 നമ്മൾ പഠിക്കും, 1 തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് കണ്ടീഷൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അപ്പോൾ ഇതാണ് ഇഫ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇഫ് ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസ് ആണ്, കണ്ടീഷണൽ സെൻറ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അപ്പോൾ ഇതൊരു ഇഫിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിലെ ഈ പോർഷൻ, അതായത് ഇഫ് ഉള്ള പോർഷനാണ് എന്തെന്ന് പറയുന്നത്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. 2 ക്ലോസുകളുണ്ട് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഇഫ് ഉള്ള പോർഷനാണ്, അതായത് അവിടെ അർത്ഥം പൂർണ്ണമല്ല. ഓക്കെ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. അപ്പോൾ ഇഫുള്ള പോർഷനാണ് സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസ് യു വിൽ പാസ്, നീ പാസ്സാവും അല്ലെങ്കിൽ നീ വിജയിക്കും. അപ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ട്, അവിടെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ അതാണ് മെയിൻ ക്ലോസ്, ഇതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇഫ് ക്ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും എടുക്കുന്ന എക്സാമ്പിളാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടാവുക? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മളിപ്പോൾ എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക, കഴിഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മളിനി സെക്കൻഡ് കണ്ടീഷണലും തേർഡൊക്കെ പറയുമ്പോൾ അത് പാസ്റ്റിലത്തെ കാര്യമാണ്. നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഇഫ് യു സ്റ്റഡി വെൽ നൗ യു വിൽ പാസ്. ഇപ്പോൾ നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. അപ്പോൾ ഇവിടെ റിയൽ ആണ് അല്ലെങ്കിൽ പോസിബിൾ ആണ്, ഇതിനൊരു പോസിബിലിറ്റീസ് ഉണ്ട്. ഇനിയും സമയം വൈകിട്ടില്ല, നമ്മളിപ്പോൾ പഠിച്ചാലും നമുക്ക് എക്സാമിന് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ഇവിടെ റിയൽ ആണ്, പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഇഫ് കണ്ടീഷൻ്റെ ഫസ്റ്റ് കണ്ടീഷനിലുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വേർബിൻ്റെ 1ാമത്തെ ഫോമാറ്റ്, V1 ഫോമാറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ, സ്റ്റഡി എന്നുള്ള വാക്കാണ്, V1 ആണ്. അങ്ങനെയാണ് നമ്മളിത് സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്നുള്ള ഫോമാറ്റിലായിരിക്കും. V1 തന്നെയായിരിക്കും, മാറ്റമൊന്നുമില്ല. വെർബിൻ്റെ V1 ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് മുന്നേ വില്ലോ ഷാലോ ക്യാനോ മേയോ ഏതാണോ ഓക്സിലറി, അതിന് റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഓക്സിലറി ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ വരുമ്പോൾ എന്ത് വരണം? യു വിൽ പാസ്. അപ്പോൾ ഇവിടെ V1 ഫോമാറ്റാണ്, ഇവിടെ V1 ഫോമാറ്റാണ്. വില്ല്, ഇവിടെ ഒരു ഓക്സിലറി എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ, വില്ല് എന്നുള്ളൊരു ഓക്സിലറി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷണൽ. ഇനി ഇത് തിരിച്ചും എഴുതാം, തിരിച്ചും ചോദിക്കാം അല്ലേ. ഈ പോർഷൻ തന്നിട്ട് ഇഫിൻ്റെ ഭാഗം ഫില്ല് ചെയ്യാൻ അങ്ങനെ പലതരത്തിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ. അപ്പോൾ അങ്ങനെയാണ് ഇത് തിരിച്ച് എഴുതുന്നത്, മെയിൻ ക്ലോസ് ആദ്യം തുടങ്ങുന്ന രീതിയിൽ എഴുതുന്നത്. ഇനി സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്, ഇഫ് യു സ്റ്റഡി വെൽ കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും കോമ ഇടണം ഇംഗ്ലീഷിൻ്റെ ഫോമാറ്റ് അനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് യു വിൽ പാസ്. ഇനിയിപ്പോൾ നേരെ മറിച്ച് യു വിൽ പാസ് വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ കോമയുടെ ആവശ്യമില്ല കേട്ടോ. യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ. അപ്പോൾ അവിടെ കോമയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്ഷൻ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടല്ലോ, സെൻറ്റൻസ് കറക്ഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കണ്ടീഷണൽ. നമ്മൾ എല്ലാത്തിൻ്റെയും എക്സാമ്പിളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് കണ്ടീഷണൽ ഏതാണ്? സിമ്പിൾ പ്രസൻറ്റ്. ഇപ്പം നമ്മൾ നോക്കുന്നത് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ V2 ഫോമാറ്റ് അല്ലേ, V2 ഫോമാറ്റ് ഓഫ് ദി വേർബാണ് സിമ്പിൾ പാസ്റ്റ്. അങ്ങനെ വരുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? വുഡ്, ഷുഡ് ഏതാണ് ഓക്സിലറി? വുഡ് അല്ലെങ്കിൽ ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അപ്പോൾ ഇവിടെയും V1 തന്നെയാണ്. വില്ല് ഷോളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് പകരം വുഡ്, ഷുഡ്. ഇത്
ഏതാണ് കേസ്? സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ. ഓക്കെ, അതായത് സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. അപ്പോൾ സ്റ്റഡീഡ്, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി V2 ഫോമാറ്റ് ആണ്. അപ്പോൾ എന്ത് മാറ്റാണ് വരിക? ഇവിടെ V1 തന്നെ മതി അല്ലേ, പാസ് എന്നുള്ള വാക്ക് തന്നെ മതി. വുഡാണ് യൂസ് ചെയ്യേണ്ടത്, വില്ലല്ല, വുഡ് അല്ലെങ്കിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രസൻറ്റിൽ നിന്ന് സിമ്പിൾ പാസ്റ്റിലോട്ട് വരുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല, ഇവിടെ അൺറിയൽ അല്ലെങ്കിൽ ഇൻപ്രോബബിൾ എന്ന് പറയും. അതായത് നീ പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനെ, അത് നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ അൺറിയൽ ആണ്. സെക്കൻഡും തേർഡും എന്ന് പറയുന്നത് അൺറിയൽ ആണ് ഇഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. തേർഡ് കണ്ടീഷണൽ. ഇത് ഒരിക്കലും നടക്കില്ല. ഓക്കെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. നീ നന്നായിട്ട് മുന്നേ പഠിക്കുകയായിരുന്നെങ്കിൽ നീ പാസ്സായേനെ എന്നാണ് പറയുന്നത്. കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് റിയൽ അല്ല, ഒട്ടും പ്രാക്ടിക്കലും അല്ല, ഒട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് തേർഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമാറ്റ് എന്താണ്? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോമാറ്റിലാണെങ്കിൽ റിസൾട്ടിൽ എന്താണ് വരിക? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഏതാണോ പ്ലസ് ഹാവ് വന്നു അല്ലേ. മറ്റിടത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, അതിൻ്റെ ഇടയിൽ ഒരു വാക്ക് ഓക്സിലറി ഉണ്ടായിരുന്നില്ല. ഹാവ് പ്ലസ് V3 എന്നുള്ള മാറ്റം വന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ 2 കേസിലും V1 ആണ് പറഞ്ഞത്, V3 എന്നുള്ള മാറ്റം വന്നു. പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫോമാറ്റ്. അതായത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ എന്ത് വേണം? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് പാസ്റ്റ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം സീറോ കണ്ടീഷൻ എന്താണ്? ഈ പൊതു സത്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് ഒക്കെ ഉണ്ടല്ലേ, അത് എപ്പോഴും ശരിയായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നമ്മൾ വില്ല് പ്ലസ് V1 എന്നുള്ള ഫോമാറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ്, നമ്മൾ എപ്പോൾ ഐസ് ചൂടാക്കിയാലും ഇറ്റ് മെൽസ് അല്ലേ, അത് ഉരുകും. അതൊരു പൊതു സത്യമാണ്, അത് ജനറൽ ട്രൂത്താണ്, അതിന് മാറ്റമൊന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് കേസിൽ നോർമലി എന്താണ് പഠിച്ചത്? റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ നമുക്ക് നോക്കിയിട്ട് പറയാം. സിമ്പിൾ പ്രസൻറ്റ് വന്നപ്പോൾ വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ പ്ലസ് മേ പ്ലസ് V1 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്? ജനറൽ ട്രൂത്ത് എന്ന് പറഞ്ഞ കേസിലാണെങ്കിൽ അവിടെ എന്ത് മതി? വില്ലോ ഷാളിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ V1 മാത്രം മതി. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞു, ഇപ്പോൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇഫ് ദ വിൻഡ് ബ്ലോസ് ലീവ്സ് മൂവ്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ എന്തുണ്ടാവും? ഇലകൾ അനങ്ങും അല്ലേ. ഇനിയിപ്പോൾ കട്ടികൾ അനങ്ങിയില്ലല്ലോ ചേച്ചി അല്ലെങ്കിൽ മിസ്സേ എന്നൊക്കെ പറയരുത്, നമ്മളതൊരു പൊതു സത്യം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സീറോ കണ്ടീഷണൽ ആവുമ്പോൾ എന്ത് മതി? വില്ലോ ഷാളോ അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, V1 മാത്രം മതി. അപ്പോൾ സീറോ കണ്ടീഷണലും ഫസ്റ്റ് കണ്ടീഷണലും റിയൽ ആണ്, അതായത് ഇനിയും പോസിബിൾ ആണ്, അല്ലെങ്കിൽ റിയൽ കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സെക്കൻഡും തേർഡും അൺറിയൽ കണ്ടീഷനാണ്, പോസിബിലിറ്റി ഇല്ലാത്ത കണ്ടീഷനാണ്. ഇനി ഇതെല്ലാം സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സമ്മറി ഫോമാറ്റ്. അതായത് സീറോത്ത് സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ എന്ത് മതി? V1 മതി. അവിടെ വേറെ വില്ലോ വുഡോ ഒന്നും വേണ്ട, ചുമ്മാ V1 മാത്രം മതി. നമ്മൾ എക്സാമ്പിൾ നോക്കിയില്ലേ. ഇനി സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ എന്ത് വേണം? വിൽ പ്ലസ് V1. വിൽ എന്നുള്ളത് ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തേക്കാണ്, ഏതാണോ ഓക്സിലറി അതനുസരിച്ചിട്ട്, ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട്. വില്ല് പ്ലസ് V1, അവിടെയും V1 മതി. ഓക്കെ, സിമ്പിൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ V1 മാത്രം മതി. സിമ്പിൾ പ്രസൻറ്റ് തന്നെ ട്രൂത്ത് വരണ കേസാവാം, സിമ്പിൾ പ്രസൻറ്റ് നോർമൽ കേസ് വരാം, സിമ്പിൾ പാസ്റ്റ്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും അവിടെ V1 ഫോമാറ്റ് തന്നെ മതി. അവിടെ എന്ത് വ്യത്യാസമാണ് വരുന്നത്? വുഡാണ് വരുന്നത് അല്ലേ. വുഡ് അല്ലെങ്കിൽ കുഡ്, അവിടെയാണ് ഓക്സിലറിയിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി പെർഫെക്റ്റ് ടെൻസിലാണ് മേജർ ഡിഫറൻസ് അല്ലേ. പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ചുമ്മാ ഹാഡ് വന്നു. നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ പഠിക്കും ഹാഡ് മാത്രം വന്നു, V3 ഒന്നുമില്ല. ഐ ഹാഡ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ അത് ഏതാണ്? അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇപ്പം കേൾക്കുന്നവർക്ക് ടെൻഷനൊന്നും വേണ്ട. ഹാഡ് പ്ലസ് V3 അത് എൻഷുർ ചെയ്യണം. ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോമാറ്റ് ആണെങ്കിലാണ് എന്ത് പെർഫെക്റ്റ്
ടെൻസ് ആണ്. അതിൻ്റെ റിസൾട്ടാണ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നുള്ള ഫോമാറ്റ്. ബേസിക്കലി നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇനി ഹാഡ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ കണ്ടീഷനായിട്ടൊക്കെ പലരും പറയും ചിലപ്പോൾ, പക്ഷെ അതത്ര ഇല്ല. ഈ കണ്ടീഷനകത്ത് തന്നെ വരുന്നതാണ് ഹാഡ് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 2023 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് യു ഡാഷ് ദ മെഡിസിൻ യു കുഡ് ഹാവ് വാക്സിനേറ്റഡ് ദ പേഷ്യൻസ്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ സിമ്പിൾ സാധനം പഠിച്ചിട്ട് ടീച്ചർ ചിലപ്പോൾ ഹോംവർക്ക് തരുമ്പോൾ ടഫായിട്ടുള്ളത് തരും. അപ്പോൾ അത് പറഞ്ഞ പോലെയായി അല്ലേ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇത് വരുമ്പോൾ ടഫാണോ എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു ടഫും ഇല്ല നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിലൊന്ന് നോക്കാം. അപ്പോൾ ഇഫിൻ്റെ പോർഷനാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത്. 4 ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. യു കുഡ് ഹാവ് വാക്സിനേറ്റഡ്. എന്താണ് യു കുഡ് ഹാവ് വാക്സിനേറ്റഡ്? കുഡ് പ്ലസ് ഹാവ് പ്ലസ് വാക്സിനേറ്റഡ് V3 ഫോമാറ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇനി പെർഫെക്റ്റ് ടെൻസ് വെറുതെ ഹാഡ് മാത്രം മതിയോ? അല്ല, വെറുതെ ഹാഡ് ആണെങ്കിൽ അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. പെർഫെക്റ്റ് ആണെങ്കിൽ എന്ത് വേണം? ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3. ഇവിടെ V3 എന്താണ്? ഹാഡ് എന്നുള്ള വാക്കിൻ്റെ V3 എന്ന് പറയുന്നത് ഹാഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? If you had the medicine, you could have vaccinated the patients. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. If you had studied well, you dash the first rank. അപ്പോൾ നമ്മൾ നോക്കുക, ഈ പോർഷനാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അത് മെയിൻ ക്ലോസ് ആണ് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഹാഡ് സ്റ്റഡീഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ഫോമാറ്റാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലേ. ഹാഡ് പ്ലസ് V3. അപ്പോൾ എന്ത് വേണം? യു പ്ലസ് ഏതാണ്? ഓക്സിലറി വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാറ്റ് ഓഫ് ദി വെർബ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, വുഡ് ഹാവ് ഗോട്ട് എന്നുള്ളതാണ്. ബാക്കി വരുമോ? വെറും ഗോട്ട് വരുമോ? ഇല്ല. ഹാഡ് ഗോട്ട് ആണോ? അല്ല അല്ലേ. വിൽ ഹാവ് ഗോട്ട് ആണോ? അല്ല, വുഡ് ആണ് വേണ്ടത്. വുഡ് ഹാവ് ഗോട്ട് എന്നുള്ളതാണ് കറക്റ്റ് ഫോമാറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇറ്റ് ഡാഷ് വി ഷാൾ നോട്ട് ഗോ ഔട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് ഇഫിൻ്റെ പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വി ഷാൾ ഗോ ഔട്ട്, വി ഷാൾ നോട്ട് ഗോ ഔട്ട്. അപ്പോൾ ഷാൾ പ്ലസ് V1 ഫോമാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് കേസ്? സിമ്പിൾ പ്രസൻറ്റ്. ഷാൾ പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ എന്ത് മതി? ഇഫ് ഇറ്റ് റെയിൻസ് മതി. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൾ നോട്ട് ഗോ ഔട്ട് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. അല്ലാണ്ട് ഹാസോ ഹാഡോ ING ഫോമാറ്റോ ഒന്നുമല്ല അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ correct answer for the conditional sentence. If I were a bird, I dash. If I were a bird. അപ്പോൾ അപ്പോൾ ഇവിടെ കണ്ടു എന്നുള്ളത് എന്ത് വാക്കാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, സിമ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ V1 ഫോമാറ്റ് ഓഫ് ദി വെർബ് തന്നെ മതി. ഫ്ലൈയുടെ 3 ഫോമാറ്റ് ഏതാണ്? V1 എന്ന് പറയുന്നത് ഫ്ലൈ, V2 എന്ന് പറയുന്നത് ഫ്ലൂ, V3 എന്ന് പറയുന്നത് ഫ്ലോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിളാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സിമ്പിൾ ഏതാണെങ്കിലും V1 തന്നെ മതി. അപ്പോൾ ഫ്ലൈ ഉള്ള വാക്കാണ് എന്തായാലും വേണ്ടത്. ഫ്ലിയോ ഫ്ലോൺ ഒന്നും വരില്ല. അപ്പോൾ B അല്ലെങ്കിൽ D ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്ത് വേണം? വുഡോ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഓപ്ഷനിൽ നമുക്ക് വുഡാണുള്ളത്. അപ്പോൾ വുഡ് ഫ്ലൈ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഐ ഹാഡ് എ കാർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ. ഇവിടെ ഹാഡ് വന്നു. ഹാഡ് കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി എന്ത് തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പെർഫെക്റ്റ് ടെൻസ് ആണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, മിസ്റ്റേക്ക് വരുത്തരുത്. ഹാഡ് എന്നുള്ളത് ഇവിടെ ഒരു മെയിൻ വേർബായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്, ഓക്സിലറി ആയിട്ടല്ല. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഏതാണ്? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്താണ് പറയുന്നത്? വെർബിൻ്റെ ഏത് ഫോമാറ്റ് മതി? V1 മതി. V1 മതി. അപ്പോൾ ഇവിടെ നോക്ക്, വെൻറ്റ്. അതിൽ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താം. ഇവിടെയൊക്കെ V1 ഫോമാറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്, V2 ഫോമാറ്റാണ്. ഗോ, വെൻറ്റ്, ഗോൺ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് 3 അല്ല. അങ്ങനെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ വുഡ് ഗോ ദർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ദാറ്റ് കാർ ഇഫ് ഐ ഹാഡ് മോർ മണി അറ്റ് ദ ടൈം. അപ്പോൾ ഇവിടെ നോക്ക്, തിരിച്ചെഴുതിയേക്കണമെന്നുള്ളൂ. ഇഫ് കണ്ടീഷൻ തന്നെയാണ്, തിരിച്ചെഴുതിയേക്കണമെന്നുള്ളൂ സബോർഡിനേറ്റും മെയിനും. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം വായിക്കാം. ഇഫ് ഐ ഹാഡ് മോർ മണി. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഹാഡ് 2 ഹാഡ് വന്നു. അപ്പോൾ ഏതാണ്? തേർഡ് കണ്ടീഷണലാണ് അല്ലേ, പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 വരുമ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ കുഡാണ് ഓക്സിലറി എന്ന് തന്നിട്ടുണ്ട്. കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3.
കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഇഫ് കണ്ടീഷൻ. വളരെ സിമ്പിളാണ്. ആകെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ ഈ പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യം മാത്രമാണ് ഇച്ചിരിയെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത് 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ക്ലിയർ ആവും. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ഒരു മാർക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ MCQ ഒക്കെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.